ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇത് ഇൻഷുറൻസ് കമ്പനിയുടെ അക്കൗണ്ട്സ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനി എന്നുള്ള ചാപ്റ്ററിലെ പ്രോബ്ലം ആണ്. നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. From the following information, prepare revenue account of Safe Insurance Company Limited as on 31st March 2011. Figures in 3 zeros കട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ ഫിഗേഴ്സ് എല്ലാം തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നോക്കുക. ക്ലെയിം ബൈ ഡെത്ത് ₹1,52,280. ഓക്കെ, നമ്മൾ 0 കട്ട് ചെയ്ത് തന്നെ നമ്മൾ പറയണം കേട്ടോ. ദെൻ ക്ലെയിം ബൈ മെച്യൂരിറ്റി ₹60,220. Premium ₹14,11,380. Transfer fees 258. Consideration for annuities granted 1,64,254. Annuities paid ₹1,06,922. Bonus in cash 4,832. Expense of management 63,840. Commission 19,148. Interest and dividend 1,95,680. Income tax ₹11,420. Surrenders ₹26,280. Bonus in reduction of premium ₹1,960. Dividend to shareholders 11,000 and life assurance fund ₹30,42,000. അതായത് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ എന്താണ് സേഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഒരു റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് അതിന്റെ ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. റവന്യൂ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2020 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. പെർട്ടിക്കുലർ കോളം കറന്റ് ഇയർ, അതുപോലെ തന്നെ 2 ഇയർ കോളം കറന്റ് ഇയറും പ്രീവിയസ് ഇയറും എമൗണ്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ 2 എമൗണ്ട് കോളം നമ്മൾ നൽകും. മിക്കവാറും നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കറന്റ് ഇയറിലെ എമൗണ്ട് തന്നെ എടുക്കാൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആദ്യം പ്രീമിയം ഏൺഡ് നെറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന് നമുക്കൊരു കോളം കൂടി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അതായത് ആ ഒരു കോളം എന്ന് പറയുന്നത് ഷെഡ്യൂൾ എഴുതാനാണ്. ഷെഡ്യൂൾ ബാങ്ക് കമ്പനിയുടെ കേസിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇൻഷുറൻസിന്റെ കേസിലും നമ്മൾ ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ നമ്പർ കൊടുക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഒരു കോളം ഉപയോഗിക്കാം. അപ്പൊ പ്രീമിയം ഏൺഡ് നെറ്റ് എന്ന് പറഞ്ഞ ഷെഡ്യൂൾ 1 ആണ്. ദെൻ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകൾ പ്രീമിയം, റീഇൻഷുറൻസ് സീഡഡ്, റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, പിന്നെ ഇൻകം. അടുത്താണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, അടുത്തൊരു ഹെഡാണ്. അതിന് പ്രത്യേകിച്ച് ഷെഡ്യൂൾ നമ്പർ ഒന്നുമില്ല. പിന്നെ അതിന്റെ കീഴിൽ വരുന്ന ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, റെന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ അതർ ഇൻകം. ഓക്കെ, നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് റവന്യൂ അക്കൗണ്ടിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അറിയാലോ. റവന്യൂ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? ഒരു ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റി എന്താണോ ആ ആക്ടിവിറ്റിയിൽ നിന്ന് മെയിൻ ചെയ്യുന്ന ഇൻകത്തിനെ നമുക്ക് റവന്യൂ എന്ന് പറയാം. അതുപോലെ തന്നെ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ആ ആക്ടിവിറ്റിയിൽ നിന്നും ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മെയിൻ ബിസിനസ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പേയ്മെന്റ്സ്, എക്സ്പെൻസുകളെ നമുക്ക് റവന്യൂ എക്സ്പെൻസസ് എന്ന് പറയാം. അപ്പോൾ ഈ റവന്യൂ അക്കൗണ്ടിൽ ഇൻഷുറൻസ് കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള റവന്യൂ ഇൻകംസും റവന്യൂ എക്സ്പെൻസസും ആണ് കാണിക്കുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് ഷെഡ്യൂൾ. ഇതിന്റെ ഒരു ഫോർമാറ്റ് അനുസരിച്ച് അതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ എ എന്ന് നമ്മൾ അതിനെ അങ്ങനെ എഴുതാം. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് അടുത്ത പാർട്ട്, സെക്കൻഡ് പാർട്ടിൽ കമ്മീഷൻ, അതായത് ആ ബിസിനസ്, ഒരു ഇൻഷുറൻസ് ബിസിനസിന്റെ പ്രധാനപ്പെട്ട എക്സ്പെൻസ് ആണ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആ ഇൻഷുറൻസ് ബിസിനസിനെ ഇൻഷുറർ, അതായത് പോളിസീസ് എടുത്തു നൽകുന്ന ഒരുപാട് ബ്രോക്കേഴ്സും ഏജന്റുമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് കമ്മീഷൻ നൽകുന്നതാണ് പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നത്. കമ്മീഷൻ എന്ന് പറയുന്നത് ഷെഡ്യൂൾ നമ്പർ 2 ആണ്. കമ്മീഷന്റെ ഷെഡ്യൂൾ നമ്പർ 2 ആണ്. ആ ഷെഡ്യൂൾ നമ്പർ 2 നമ്മൾ പ്രിപ്പയർ ചെയ്ത് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ടോട്ടൽ ചെയ്ത് ഒരു സിംഗിൾ ഫിഗർ നമ്മൾ കണ്ടെത്തി ആ സിംഗിൾ ഫിഗർ ആയിരിക്കും നമ്മൾ ഈ റവന്യൂ അക്കൗണ്ടിലേക്ക് എടുക്കുക. ഓക്കെ, അടുത്ത
ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധമുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അത് ഷെഡ്യൂൾ നമ്പർ 3 ആണ്. ഓക്കെ, സാധാരണയായിട്ട് ക്വസ്റ്റ്യനിൽ കാണാറുള്ളത് മാനേജ്മെന്റ് റിലേറ്റഡ് എക്സ്പെൻസ്, ടാക്സ്, പിന്നെ എന്താണ് അങ്ങനെയുള്ള ആ തരത്തിലുള്ള എക്സ്പെൻസുകളാണ് നമ്മൾ ഷെഡ്യൂൾ നോക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അത്ര എക്സ്പെൻസുകളാണ് ആ ഭാഗത്ത് എഴുതുക. പിന്നെ പ്രൊവിഷൻ ഫോർ ഡോട്ട്ഫുൾ ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ അതർ ദാൻ ടാക്സ്, അതായത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുക. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷനകത്ത് 2 രീതിയിലുണ്ടാവുക, ഫോർ ഡിമിനിഷൻ ഇൻ ദി വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ അതേഴ്സ്. ക്വസ്റ്റ്യനകത്ത് കൃത്യമായിട്ട് പറയും, അത് നമ്മൾ ഇതിനകത്ത് കാണിക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ ക്ലിയർ. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡ് പാർട്ടിന്റെ ടോട്ടൽ എടുക്കുന്നു, അതിനെ ടോട്ടൽ ബി എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, ദെൻ വീണ്ടും ബെനിഫിറ്റ് പെയ്ഡ്, അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻകം എന്താണ്, പ്രീമിയം ആണെങ്കിൽ ആ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് നൽകേണ്ടി വരും, അവർ ക്ലെയിം ചെയ്യും. ഓക്കെ, ഇൻഷുറൻസ്, ഞാൻ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് എനിക്ക് എന്താണ് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു താങ്ങ് ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അങ്ങനെ പോളിസി ഹോൾഡേഴ്സിന് എന്തെങ്കിലും പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ഷെഡ്യൂൾ നമ്പർ 4 ആണ്. അതിനകത്ത് പ്രധാനമായിട്ടും ഇൻഷുറൻസ് ക്ലെയിമുകളാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് പിന്നെ ഇന്ററിം ബോണസ് പെയ്ഡ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ചേഞ്ച് ഇൻ വാല്യൂഷൻ ലയബിലിറ്റി അഗൈൻസ്റ്റ് ലൈഫ് പോളിസി ഇൻ ഫോഴ്സ്, അത് എമൗണ്ട് സീഡഡ് ഇൻ റീ ഇൻഷുറൻസ്, എമൗണ്ട് ആക്സെപ്റ്റഡ് ഇൻ റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാം. ദെൻ ടോട്ടൽ, അതിനെ ടോട്ടൽ ചെയ്യുക, അതിന്റെ ടോട്ടലിന് നേരെ ടോട്ടൽ സി എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ലാഭമാണോ ഡെഫിസിറ്റ് ആണോ നോക്കും. ഡി എന്ന് നമുക്ക് ഇതിന് കൊടുക്കാം. ഓക്കെ, സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, നമ്മുടെ ഇൻകം, ഫസ്റ്റ് പാർട്ട് ഇൻകം ആണ്, അതിൽ നിന്നും സെക്കൻഡും തേർഡ് പാർട്ട് പേയ്മെന്റ്സ് ആണ്. ആ പേയ്മെന്റ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആൻസർ ആണെങ്കിൽ സർപ്ലസ്, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ആ സർപ്ലസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് സർപ്ലസിന്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും. പിന്നെ റിസർവിലേക്ക് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകും. ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഈ ഫ്യൂച്ചർ അപ്രോപ്രിയേഷന് വേണ്ടിയിട്ട് ഒരു ഫണ്ടിലേക്ക് മാറ്റി വെക്കും. അത് ബാലൻസ് ഷീറ്റിലേക്ക് ആ എമൗണ്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ആ അപ്രോപ്രിയേഷന്റെ ടോട്ടൽ എടുക്കുന്നു. ആ ടോട്ടലും നമ്മുടെ ടോട്ടൽ അപ്രോപ്രിയേഷൻ ടോട്ടലും അതുപോലെ തന്നെ ഈ സർപ്ലസിന്റെ എമൗണ്ട് ഉണ്ടല്ലോ, രണ്ടും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഇൻഷുറൻസ് കമ്പനിയുടെ മെയിൻ ബിസിനസ് ആയിട്ടുള്ള പോളിസി, ഇൻഷുറൻസ് പോളിസിയും അതുപോലെ തന്നെ ഇൻഷുറൻസ് പോളിസിയുടെ ക്ലെയിമും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അത്തരം ആക്ടിവിറ്റി ചെയ്യുവാൻ വേണ്ടിയിട്ട് വരുന്ന ഇൻകംസും എക്സ്പെൻസസുകളും പേയ്മെന്റ്സും എല്ലാം കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്നത് പ്രധാനമായിട്ടും 4 ഷെഡ്യൂൾസ് ആണെന്ന് പറഞ്ഞു. ആദ്യം പ്രീമിയം, ഷെഡ്യൂൾ 1 പ്രീമിയം ആണ്. അതിനകത്ത് വരുന്നത് പ്രീമിയംസ്, ഫസ്റ്റ് ഇയർ പ്രീമിയം ഉണ്ടാവും, റിന്യൂവൽ പ്രീമിയം ഉണ്ടാവും, സിംഗിൾ പ്രീമിയംസ്, അങ്ങനെ പ്രീമിയം ആണ് അതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത കമ്മീഷൻ ആണ്. കമ്മീഷനും അതുപോലെ തന്നെ ഡയറക്റ്റ് കമ്മീഷൻ ഉണ്ടാവാം, റിന്യൂവൽ പ്രീമിയത്തിന് അല്ലെങ്കിൽ സിംഗിൾ പ്രീമിയം ആയിട്ടുള്ള കമ്മീഷൻ ഉണ്ടാവാം. ദെൻ കമ്മീഷനാണ് റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. അതായത് റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ധാരാളം ഇൻഷുറൻസ് പോളിസി ലഭിച്ചു. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ലഭിച്ചിട്ടുള്ള പോളിസി അവർ വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൽ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതായത് വേറൊരു ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള ഇൻഷുറൻസ് അവര് നമ്മുടെ കമ്പനിയിൽ എന്ത് ചെയ്യാണ്, അവരുടെ പോളിസി ഇൻഷുർ ചെയ്യാണ്. ഓക്കെ, അതാണ് റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് ഉണ്ട്. അപ്പൊ പിന്നെ കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറയും. അപ്പൊ എന്താണ് റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് പറയാം. റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി അവർക്ക് ലഭിച്ചിട്ടുള്ള ഇൻഷുറൻസ് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിക്കുക, അവർക്ക് ലഭിച്ചിട്ടുള്ള പോളിസി മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, റീ ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവരുടെ റിസ്ക് മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുകയാണ്. അപ്പം ഈ കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു റീഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവര് എന്ത് ചെയ്യുന്നു, അവരുടെ മറ്റൊരു കമ്പനിയുടെ പോളിസി, ഇപ്പോൾ എന്താണ്, എൻ്റെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് വേറൊരു ഇൻഷുറൻസ് കമ്പനി അവർക്ക് ലഭിച്ചിട്ടുള്ള ഇൻഷുറൻസ് പോളിസി അവർ നമുക്ക് തരികയാണ്. അപ്പോൾ അവര് നമുക്ക് ഒരു ബിസിനസ് തരികയാണ് അല്ലെ അതിലൂടെ. അപ്പൊ നമുക്ക് ആ ഒരു ബിസിനസ് അവർ തരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബിസിനസ് തന്ന കമ്പനിക്ക് ഒരു കമ്മീഷൻ ഒക്കെ നൽകും. ഓക്കെ, അതാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറയുന്നത്. അത് എന്താണ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പേയ്മെന്റ് ആണ്. അതുകൊണ്ട് അത് കമ്മീഷൻ പീരീഡിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയും. നമുക്ക് കിട്ടിയിട്ടുള്ള ബിസിനസ് വേറൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നൽകുമ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഒരു കമ്മീഷൻ തരുമല്ലോ. അതാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത്. അതൊരു ഇൻകം ആണ്. അത് നമുക്ക് ഇവിടെ മൈനസ് ചെയ്യാം. അങ്ങനെ നെറ്റ് കമ്മീഷൻ എത്രയാണോ അത് നമ്മളിവിടെ കാണിച്ചാൽ മതി, നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. അപ്പൊ രണ്ടാമത്തെ ഷെഡ്യൂൾ കമ്മീഷൻ എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇനി ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളാണ്. ഒരുപാട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന്റെ ഒരു ലിസ്റ്റ് തന്നെ ഇതിനകത്തുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തും അതുണ്ട്. അതൊന്ന് നോക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, എംപ്ലോയർ റിമുനറേഷൻ ആൻഡ് വെൽഫെയർ ബെനിഫിറ്റ്, ട്രാവൽ, കൺവെയൻസ് ആൻഡ് വെഹിക്കിൾ റണ്ണിംഗ് എക്സ്പെൻസ്, റെന്റ്, റേറ്റ്, ടാക്സ്, റിപ്പയർ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. നമുക്ക് ആ ഐറ്റം കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് ലിസ്റ്റിലുണ്ട്, ഒന്ന് നോക്കി പഠിക്കുക. ദെൻ അതിനുശേഷം പിന്നെ വരുന്നതാണ് അടുത്ത ഷെഡ്യൂളാണ് ബെനഫിറ്റ് പെയ്ഡ് നെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പോളിസി ഹോൾഡർക്ക് ലഭിക്കുന്നത് എന്താണോ അതാണ് ബെനിഫിറ്റ്. അപ്പൊ അവർക്ക് ലഭിക്കുന്നത് ആ ബെനിഫിറ്റിന് വിളിക്കുന്ന പേര് ക്ലെയിം ആണ്. ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയാം. ഓക്കെ, ഇൻഷുറൻസ് ബിസിനസിനെ സംബന്ധിച്ചോളം അതെന്താണ്, അത് അവരുടെ പേയ്മെന്റ് ആയിട്ട് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇൻഷുറൻസ് ക്ലെയിം ബൈ ഡെത്ത്, ക്ലെയിം ബൈ മെച്യൂരിറ്റി, പിന്നെ ആനുറ്റി ഓർ പെൻഷൻ പേയ്മെന്റ്, അതർ ബെനിഫിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ കോസ്റ്റിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ, പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമൗണ്ട് സീഡഡ് ഉണ്ടാവാം. ഓക്കെ, ക്ലെയിം ബൈ അതും അങ്ങനെ ഉണ്ടാവാം, എമൗണ്ട് ആക്സെപ്റ്റഡ് ഉണ്ടാവാം. ക്ലിയർ? ഇങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് നമ്മൾ ടോട്ടൽ ബെനിഫിറ്റ് ടു ക്ലയന്റിന് എത്രയാണ് കൊടുക്കുന്നത്, ദെൻ ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ, അങ്ങനെ ടോട്ടൽ ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് നമ്മൾ കണ്ടെത്തുന്നു. അത് നമ്മൾ എവിടെ എടുക്കും, റവന്യൂ അക്കൗണ്ടിന്റെ എമൗണ്ട് കോളത്തിലേക്ക് എടുക്കും. അപ്പൊ ഈ രീതിയിലാണ് നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഫോർമാറ്റ്, അതിന്റെ ഷെഡ്യൂൾസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടല്ലോ നിങ്ങൾ, ക്വസ്റ്റ്യനിലെ ഒരു എസ് എ ക്വസ്റ്റ്യനാണ് നമുക്ക് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ടൈപ്പ് എസ് എ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം, എന്നിട്ട് നമുക്ക് അതിന്റെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, കുറച്ച് കൺസെപ്റ്റ് കൂടി ഞാൻ പറയാം, നോക്കുക. നമ്മൾ പറഞ്ഞു എന്താണ്, ഏറ്റവും ആദ്യത്തെ ഷെഡ്യൂൾ പ്രീമിയം ആണെന്ന് പറഞ്ഞു. ആ പ്രീമിയത്തിനകത്ത് തന്നെ റവന്യൂ അക്കൗണ്ടിൽ പ്രീമിയം എമൗണ്ട് എടുക്കണമല്ലോ. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രീമിയം നമുക്ക് പാർട്ട് ബിയിലേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാൽക്കുലേഷൻ പ്രീമിയത്തിന്റെ കാൽക്കുലേഷൻ. അപ്പൊ അതിന് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, പ്രീമിയം റിസീവ് ഡ്യൂറിംഗ് ദി ഇയർ, അതിനോടുകൂടി ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം അറ്റ് ദി എൻഡ്. ക്വസ്റ്റ്യൻ ഇത്ര ഐറ്റംസ് നമുക്ക് തരും, അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം അറ്റ് ദി എൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഇയറിൽ നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റുന്ന പ്രീമിയം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് ആണ്. അപ്പോൾ പ്രീമിയം റിസീവ് ഡ്യൂറിംഗ് ദി ഇയർ, ഈ ഒരു വർഷം റിസീവ് ചെയ്തിട്ടുള്ള പ്രീമിയത്തിനോട് കൂടി എന്ത് ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം അറ്റ് ദി എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം അറ്റ് ദി എൻഡ്, ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുന്ന പ്രീമിയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതായത് നമുക്ക് കിട്ടാതെ ഇരിക്കുന്ന പ്രീമിയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ്, അത് ഈ വർഷത്തെ പ്രീമിയം തന്നെയാണ്. ഈ വർഷം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന പ്രീമിയമാണ്, പക്ഷെ കിട്ടിയിട്ടില്ല, അതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ അതും ഈ ഒരു പെർട്ടിക്കുലർ ഇയറിലെ ലഭിക്കേണ്ട പ്രീമിയത്തിന്റെ ഭാഗമായിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പ്രീമിയത്തിലേക്ക് എടുക്കണം. ഓക്കെ, ദെൻ ആഡ് റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവിംഗ് ഡ്യൂറിംഗ് ദി ഇയർ. അതുപോലെ എന്താണ്, റീ ഇൻഷുറൻസ് പ്രീമിയം എന്തെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ദെൻ ആഡ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ഓക്കെ, ഇത്ര ഐറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനോടുകൂടി ലെസ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം അറ്റ് ദി ബിഗിനിങ്, അതായത് ഓപ്പണിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ മൈനസ് ചെയ്യുക. ഓപ്പണിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും.
കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇയറിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രീമിയം ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ മൈനസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ റീ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. റീ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ എന്ന് പറയുമ്പോൾ അത് എന്താണ്? റീ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ എന്ന് പറഞ്ഞാൽ റീ ഇൻഷുറൻസ് സീഡഡുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നേരത്തെ ആഡ് ചെയ്തത് എന്താണ്? റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡുമായി ബന്ധമാണ്. അപ്പൊ റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ് ഡ്യൂറിംഗ് ദി ഇയർ എന്ന് പറയുമ്പോൾ അതാണ് റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതുപോലെ തന്നെ റീ ഇൻഷുറൻസ് പ്രീമിയം പേ ഡ്യൂറിംഗ് ദി ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റീ ഇൻഷുറൻസ് സീഡഡുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, ക്ലിയർ. അപ്പൊ സീഡഡ് എന്താണ്, ആക്സെപ്റ്റഡ് എന്താണ്, കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഈ ഒരു ഫോർമാറ്റിലുള്ള രീതിയിൽ എന്താണ് പ്രീമിയം എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഒരു പാർട്ട് ബിയിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ റവന്യൂ അക്കൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ പറയാം. ഒന്ന്, കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാന്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, റെഫേഴ്സ് ടു ദ ലംസം റിസീവ്ഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി ഫോർ പ്രൊവൈഡിങ് ഫ്യൂച്ചർ ആനുവിറ്റി പേയ്മെന്റ്. അതായത് ഈ ഒരു ഇൻഷുറൻസ് കമ്പനി പല രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, പേയ്മെന്റ്സ് നടത്താറുള്ളത് അവരുടെ പോളിസി ഹോൾഡേഴ്സിന്. ഓക്കെ, അതിലൊന്നാണ് എന്ത്, ഈ ആനുവിറ്റീസ് എന്ന് പറയും. അതായത് ഓരോ ഇയർലി നമുക്ക് ഒരു എമൗണ്ട് നമ്മൾ കുറച്ചു കാലം ഗവൺമെന്റ് എന്താണ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഒരു പോളിസി എടുക്കുകയോ അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷം ഒരു എമൗണ്ട് കമ്പനി നമുക്ക് തരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആനുവിറ്റി നമുക്ക് തരുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നൽകുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാന്റഡ് എന്ന് പറയുന്നത്. കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാന്റഡ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻകം ആണ്. ഓക്കെ, ദിസ് എമൗണ്ട് ഈസ് റെക്കോർഡഡ് അണ്ടർ അതർ ഇൻകം ഇൻ ദി റവന്യൂ അക്കൗണ്ട്. അപ്പൊ റവന്യൂ അക്കൗണ്ടിൽ അതർ ഇൻകം എന്നുള്ള സ്ഥലത്തായിരിക്കും ഈ എമൗണ്ടിൽ നമ്മൾ കാണിക്കുക. ഓക്കെ, ഇഫ് എനി പോർഷൻ ഓഫ് ദിസ് എമൗണ്ട് റിലേറ്റ് ടു റീഇൻഷുർഡ് ആനുവിറ്റീസ് ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. അപ്പം ഈ എന്താണ് കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാന്റഡ് എന്നുള്ള ആ ഒരു എമൗണ്ടിൽ റീഇൻഷുർഡ് ആനുവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, അത് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നെറ്റ് കൺസിഡറേഷൻ മാത്രമേ നമ്മൾ എവിടെ കാണിക്കുകയുള്ളൂ, നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ആയിട്ട് കണ്ടിട്ടുണ്ട്, റവന്യൂ അക്കൗണ്ട് ഫോർമാറ്റ് കാണിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. അവിടെ എന്താണ് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. This include revenue from interest and dividend on securities, rent from properties let out, and profit from the sale or redemption of investment. ഓക്കെ, അതിന് ഇൻവെസ്റ്റ്മെന്റ് റിഡീം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന റെന്റ്, പ്രോപ്പർട്ടീസ് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന റെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് കാണിക്കേണ്ടത്. ഓക്കെ, ഷെഡ്യൂൾ 2 കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് എ സിഗ്നിഫിക്കന്റ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്. ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മേജർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കമ്മീഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് പെയ്ഡ് ടു ഏജന്റ് ഫോർ അക്യൂറിംഗ് ഓർ റിന്യൂവിംഗ് പോളിസീസ് ഇൻക്ലൂഡിംഗ് ഫസ്റ്റ് ഇയർ പ്രീമിയം, റിന്യൂവൽ പ്രീമിയം ആൻഡ് സിംഗിൾ പ്രീമിയം. അപ്പോൾ ഇത് എന്തിനാണ് നൽകുന്നത്, പുതിയ പോളിസീസ് എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പോളിസീസ് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് ഇൻഷുറൻസ് ഏജന്റുകളായിട്ടുള്ള ആളുകൾക്ക് കമ്പനി നൽകുന്ന ഒരു മേജർ പേയ്മെന്റ് ആണ് കമ്മീഷൻ എന്ന് പറയുന്നത്. അത് ഷെഡ്യൂൾ നമ്പർ 2 ആണ്. ഓക്കെ, പിന്നെ നോക്കി കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, വെൻ എ കമ്പനി ആക്സെപ്റ്റ് റീ ഇൻഷുറൻസ് ഇറ്റ് പേ കമ്മീഷൻ ടു ദി റീ ഇൻഷുറിംഗ് കമ്പനി. അതായത് ഞാൻ എന്ത് ചെയ്തു, റീ ഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് വേറൊരു കമ്പനി അവർക്ക് കിട്ടിയിട്ടുള്ള പോളിസീസ്, അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഷുറൻസ് ബിസിനസ് അവർ നമുക്ക് തരികയാണ്. അവർ നമുക്ക് അങ്ങനെ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കമ്പനിയിലേക്ക് ആ ഒരു ബിസിനസ് നമുക്ക് തന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു കമ്മീഷൻ നൽകുന്നു. അതിനെയാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറയുന്നത്. ദിസ് പേയ്മെന്റ് ഈസ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ് ആൻഡ് ഈസ് ആഡഡ് ടു ദി ഡയറക്ട് ബിസിനസ് കമ്മീഷൻ ഇൻ ദി റവന്യൂ അക്കൗണ്ട് വിത്ത് ഡീറ്റെയിൽസ് ഷോൺ ഇൻ ഷെഡ്യൂൾ 2. നമ്മൾ നേരത്തെ ഷെഡ്യൂൾ 2 പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ദെൻ റിപ്പീറ്റ് ചെയ്തിട്ട് നോട്ടിലുണ്ട്, അവിടെ നിൽക്കട്ടെ. ദെൻ കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളപ്പോൾ പറഞ്ഞതാണ്. എന്താണ്, വെൻ ദ ഇൻഷുറർ ട്രാൻസ്ഫർ പാർട്ട് ഓഫ് ഇറ്റ്സ് ബിസിനസ് ടു അനദർ കമ്പനി ഇറ്റ് റിസീവ് എ കമ്മീഷൻ നോൺ ആസ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്. ദിസ് ഈസ് എൻ ഇൻകം. അതായത് ഈ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഷുറൻസ് ബിസിനസ് വേറൊരു ഇൻഷുറൻസ് ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി അവർക്കൊരു ബിസിനസ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു കമ്മീഷൻ നമുക്ക് തരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കമ്മീഷൻ എന്ന ഷെഡ്യൂളിൽ എന്ത് ചെയ്യണം, കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് ആണെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി എന്താണ് റീ ഇൻഷുറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം.
Okay, reinsurance is a method used by the insurer to reduce the risk they undertake. It involves sharing a portion of the risk with another insurer. ഓക്കെ, അതേപോലെ റീഇൻഷുറർ എന്ന് പറയുന്നു. അതായത് നമ്മുടെ കമ്പനിക്ക് ലഭിച്ച എല്ലാ ബിസിനസ്സും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ റിസ്ക് കൂടുതലാവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ റിസ്ക് മറ്റൊരു കമ്പനിയുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ കമ്പനി ട്രാൻസ്ഫറിങ് റിസ്ക് അവരെയാണ് ഒറിജിനൽ ഇൻഷുറർ എന്നും, ആരാണ് റിസ്ക് ഏറ്റെടുക്കുന്നത് അവരെ റീ ഇൻഷുററും എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി അടുത്ത ഷെഡ്യൂളാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അതെന്താ, നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളത് ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്നിട്ട് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി പറയാം. ഓക്കെ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇൻക്ലൂഡ് കോസ്റ്റ് ലൈക്ക് സ്റ്റാഫ് സാലറി, ഇൻക്ലൂഡിംഗ് വെൽഫെയർ, ട്രാവൽ, ട്രെയിനിങ്, റെന്റ്, ടാക്സ്, റിപ്പയർ, ഡിപ്രിസിയേഷൻ ആൻഡ് ഓഡിറ്റേഴ്സ് ഫീസ്. Then അത് ഷെഡ്യൂൾ 3 നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇനി എക്സ്പെൻസ് എക്സീഡിംഗ് 1% നെറ്റ് പ്രീമിയം മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് സെപ്പറേറ്റ്ലി. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് എന്താണ് നെറ്റ് പ്രീമിയത്തിനേക്കാളും 1% കൂടുതൽ വരികയാണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കാണിക്കുകയും വേണം. ഓക്കെ, ഇനി ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെഡ്യൂൾ 4 നമ്മൾ കണ്ടതാണ്. അതിനകത്ത് ക്ലെയിം, ആനുറ്റി, സറണ്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറഞ്ഞതുപോലെ തന്നെ എന്ത് പ്രീമിയം പറഞ്ഞതുപോലെ തന്നെ ഈ ക്ലെയിമിന്റെ കേസിലും നമുക്ക് സെപ്പറേറ്റ് പ്രോബ്ലം ചോദിക്കാം. ക്ലെയിമിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ക്ലെയിം പെയ്ഡ്, അതിനോടുകൂടി ആഡ് ക്ലെയിം ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡ്, then add reinsurance claim payable at the end, other on reinsurance accepted, add expense related to claim settlement, then less claim outstanding at the beginning, less reinsurance claim recovery. ഓക്കെ, then ബാക്കി കിട്ടുന്ന ആൻസർ ആണ് നെറ്റ് ക്ലെയിം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ബെനിഫിറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പൊ ഇതും അതുപോലെ തന്നെ പ്രീമിയം ഏൺഡ്, അത് രണ്ടും ഇതുപോലെയുള്ള ആ ഒരു എന്താണ് സെപ്പറേറ്റ് പ്രോബ്ലം ആയിട്ട് ചിലപ്പോൾ പാർട്ട് ബിയിൽ ചോദിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ രണ്ട് ഭാഗത്തിന്റെയും എന്താണ് കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒന്ന് എന്താണ് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഫോർമാറ്റും അതിലെ കണ്ടന്റുകളും പറഞ്ഞു തന്നതാണ്. നിങ്ങൾ ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇനി പ്രയാസം ഉണ്ടാവില്ല ക്വസ്റ്റ്യൻ ചെയ്യാനെന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഒന്നാമത്തെ ഐറ്റം ക്ലെയിം ബൈ ഡെത്ത് അല്ലെ, ഇത് ഏതാണ്? ഇത് ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് എന്ന് പറയുന്ന ഷെഡ്യൂളിനകത്ത് വരുന്ന ഐറ്റം ആണ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ അല്ലെ, ഓരോ ഷെഡ്യൂളും അതിനകത്ത് വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ വായിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇത് എവിടെ വരുന്നതാണ്? ബെനിഫിറ്റ് പെയ്ഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിനകത്ത് വരുന്നതാണ്. ക്ലെയിം ബൈ മെച്യൂരിറ്റി അല്ലെ, ബെനിഫിറ്റ് പെയ്ഡ് എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്പർ 4 വരുന്നതാണ്. പ്രീമിയം എവിടെ വരുന്നതാണ്? ഒന്നാമത്തെ ഷെഡ്യൂൾ ആയിട്ടുള്ള പ്രീമിയം ഏൺഡ് നെറ്റ് എന്ന് പറയുന്ന ഷെഡ്യൂളിൽ വരുന്നതാണ് അല്ലെ. ട്രാൻസ്ഫർ ഫീസ് എവിടെ വരുന്നതാണ്? അത് അതർ ഇൻകം എന്ന് പറയുന്ന ഭാഗത്ത് വരേണ്ടതാണ്. ഓക്കെ, പിന്നെ കൺസിഡറേഷൻ ഫോർ ആനിറ്റീസ് ഗ്രാൻഡഡ് എവിടെ വരേണ്ടതാണ്? അതും അതർ ഇൻകത്തിനകത്ത് വരേണ്ടതാണ്. നമ്മൾ പഠിച്ചതാണ് ഇപ്പൊ അല്ലെ. ദെൻ ആനിറ്റീസ് പെയ്ഡ് അത് എവിടെ വരേണ്ടതാണ്? ആനിറ്റീസ് പെയ്ഡ് അത് ബെനിഫിറ്റ് പെയ്ഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിനകത്ത് വരേണ്ടതാണ്. ദെൻ ബോണസ് ഇൻ ക്യാഷ് 4832 രൂപ ബോണസ് ഇൻ ക്യാഷ് ഉണ്ട്. അതെവിടെ വരേണ്ടതാണ്? അത് കാണിക്കേണ്ടത് എവിടെയാണ്? ബോണസ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എവിടെയായിരുന്നു? എവിടെയാ ബോണസ് ഇൻ ക്യാഷ് 4832 രൂപയുണ്ട്. അത് നമ്മൾ കാണിക്കേണ്ടത് ബോണസ് ക്യാഷ് രൂപ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? പോളിസി ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതുകൊണ്ട് ബെനിഫിറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞ ഭാഗത്താണ് അത് കാണിക്കേണ്ടത്. ഓക്കെ, പിന്നെ എക്സ്പെൻസ് ഓഫ് മാനേജ്മെന്റ് അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. കമ്മീഷൻ നമുക്ക് ഷെഡ്യൂൾ ഉണ്ട് അല്ലെ, കമ്മീഷൻ നമുക്ക് ഷെഡ്യൂൾ നമ്പർ 2 കാണിക്കാം. പിന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡന്റ് അത് അതർ ഇൻകത്ത് കാണിക്കാം. ഇൻകം ടാക്സ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ കാണിക്കാം. സറണ്ടേഴ്സ് ബെനിഫിറ്റ് പെയ്ഡ് എന്നുള്ള അല്ലെങ്കിൽ അവിടെ കാണിക്കാം അല്ലെ. ഷെഡ്യൂൾ നമ്പർ എവിടെയാണ്? ഷെഡ്യൂൾ നമ്പർ 4 അല്ലെ. പിന്നെ ബോണസ് ഡിഡക്ഷൻ ഓഫ് പ്രീമിയം, ഈ ബോണസ് ഡിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞ ഐറ്റം അത് എന്താണ്? ശരിക്കും പോളിസി ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതുകൊണ്ട് ആ ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീമിയം റെഡ്യൂസ് ചെയ്യുന്ന നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണ് ബോണസ് പ്രീമിയം റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആ രൂപത്തിലാക്കുക. അതായത് സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ബോണസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് എന്താണ്? ആ പോളിസി ഹോൾഡർ പ്രീമിയം തരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് നൽകാനുള്ള ബോണസിൽ എന്ത് ചെയ്യുന്നു? ആ ബോണസ് നൽകാതെ അവരുടെ പ്രീമിയം എമൗണ്ട് അവർക്ക് കുറച്ച് കൊടുക്കുക. അതാണ് ബോണസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും അത് തന്നെയാണ്, അത് പോളിസി ഹോൾഡർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്.
അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് പ്രീമിയത്തിൽ എന്ത് ചെയ്യണം? പ്രീമിയം ബോണസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുമ്പോൾ പ്രീമിയം എമൗണ്ട് ബോണസ് കാരണമാണ് കുറയുന്നത്. അപ്പൊ ആ പ്രീമിയം ഏൺഡ് നെറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രീമിയം ഏൺഡ് നെറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ബോണസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയത്തിന് ആഡ് ചെയ്യുകയും ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ ബോണസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയത്തിനെ മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. ഓപ്പോസിറ്റ് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡർ, അത് നമുക്ക് ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് തന്നെ കാണിക്കാനുള്ള ഡിവിഡൻഡ്. പിന്നെ ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കുന്ന ഐറ്റം ആണത്. അവിടെ എന്തായിട്ടാണ് അവിടെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ ഷെഡ്യൂളിനകത്താണ് അതിനെ കാണിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോ ഐറ്റംസ് എവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഓരോ ഐറ്റവും ഇതുപോലെ എന്താണ് ക്വസ്റ്റ്യൻ വായിച്ച് അത് ഏതെല്ലാം ഭാഗത്ത് ഉൾക്കൊള്ളിക്കേണ്ടതാണ് എന്ന് തിരിച്ചറിയാൻ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇത് എക്സാക്ട് ഫോർമാറ്റ് ആണ് ഞാനിപ്പോ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻ ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോർമാറ്റ് എടുത്താൽ മതി. ഇല്ലാത്ത ഐറ്റംസ് ഫുള്ള് നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, ഞാനിവിടെ എക്സാക്ട് ഫോർമാറ്റ് നിങ്ങൾക്ക് ഫുൾ പൂർണ്ണമായിട്ട് കാണിക്കുന്നു എന്ന് മാത്രം, അത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രം. ആ എക്സാക്ട് ഫോർമാറ്റ് തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യം പ്രീമിയം ഏൺഡ് നെറ്റ് ഷെഡ്യൂൾ നമ്പർ 1 ആണ്. അപ്പൊ ഷെഡ്യൂൾ നമ്പർ 1 നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം. ഷെഡ്യൂൾ നമ്പർ 1മായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഇൻഫർമേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ അകത്തുള്ളത്? ഓക്കെ, ഷെഡ്യൂൾ നമ്പർ 1 അനുസരിച്ച് ഒരു ഷെഡ്യൂൾ നമ്പർ 1ന്റെ പ്രീമിയത്തിന്റെ ഒരു ഷെഡ്യൂളിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇപ്പൊ തന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് ഇത്രയും ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഐറ്റത്തിനൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫോർമാറ്റ് മനസ്സിലാക്കാൻ വേണ്ടി തന്നുള്ളൂ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ പ്രീമിയം ഉണ്ട്. എത്രയാണ്? 14,11,350 ഉണ്ട്. നമുക്ക് ഇവിടെ അത് എഴുതാം. പർട്ടിക്കുലർ കോളത്തില് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് എഴുതിയാൽ മതി. ഓക്കെ, കൂടുതൽ വലുതാക്കി അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. 14,11,350. ഓക്കെ, 14,11,350 പ്രീമിയം ഉണ്ട്. പിന്നെ ഈ പ്രീമിയം എന്ന് പറഞ്ഞ ഈ ഷെഡ്യൂൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന വേറെ എന്താ ഉള്ളത്? നമ്മൾ കണ്ടു അല്ലെ? വേറൊരു ഐറ്റം കൂടി ഇതിനകത്തുണ്ടതാണ് ബോണസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞ ഒരു ഐറ്റം കൂടി ഈ ക്വസ്റ്റ്യൻ അകത്തുണ്ട് അല്ലെ? എവിടെയാ? ഇതാ ബോണസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം 1968. അതിനെന്ത് ചെയ്യണം? നമ്മളെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ ആഡ് ചെയ്യാം. ആഡ് അല്ലെങ്കിൽ അത് ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, ആഡ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ആഡ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എമൗണ്ട് 1960. ഓക്കെ, നമുക്ക് അത്രയേ ഉള്ളൂ പ്രീമിയവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഇതിനകത്ത്. അപ്പൊ നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്ന ആൻസർ എത്രയെന്ന് നോക്കാം. ഓക്കെ, എത്ര വരുന്നത്? ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 14,13,340 വരുന്നത്. ഓക്കെ, നമുക്ക് ആ എമൗണ്ടിനെ ഇനി റവന്യൂ അക്കൗണ്ടിലേക്ക് കൊണ്ടെഴുതാം. ഓക്കെ, 14,00,000 13,340. യെസ്, അത് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഇതിന്ന് ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ജസ്റ്റ് കാണിച്ചു തന്നതാണ് ഇതെങ്ങനെയാണ് ആ ഫോർമാറ്റ് കാണിക്കാൻ വേണ്ടി എടുത്തുന്നുള്ളൂ. ഇനി ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ അകത്ത് നോക്കുക. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എവിടെയാ? ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്തുണ്ടോ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോയാൽ വളരെ ഈസി ആണ് കേട്ടോ. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതാ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഇതിനകത്തുണ്ട് അല്ലെ? വേറെ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിനകത്ത് വരാൻ സാധ്യതയുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ് എന്ന് പറഞ്ഞ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ അല്ലെങ്കിൽ റിഡംഷൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ലോസ് ഓൺ സെയിൽ, റിഡംഷൻ, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവാം.
ഓക്കെ, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ആകെ നമുക്കുള്ളത് എന്താണ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ ഐറ്റം മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ക്ലിയർ? അപ്പൊ നമുക്കത് എടുക്കാം. എത്രയാണ് വരുന്നത്? ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് 1,95,650 അല്ലെ, എഴുതാം. 1,95,680. 1,95,680. ക്ലിയർ? 1,00,000 കോമട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്താൽ വളരെ ഈസി ആയിരിക്കും അല്ലെ. 1,95,680. ഓക്കെ, 1,95,680. ഇനി അടുത്തത് കമ്മീഷൻ, സോറി അതർ ഇൻകം. അതർ ഇൻകം എന്തെങ്കിലും ഉണ്ടോ? അതർ ഇൻകം ഉണ്ട് ഇതിനകത്ത് അല്ലെ. അതർ ഇൻകം ഏതാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്? ഇതിനകത്ത് കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണുള്ളത്, കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ് ഉണ്ട്, പിന്നെ ഫീസ് പറഞ്ഞ 2 ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ 2 ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കാണിക്കാം, അതർ ഇൻകത്തിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, എന്തൊക്കെയാണുള്ളത്? ഒന്ന് കൺസിഡറേഷൻ ഫോർ annuities granted, പിന്നെ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ളത് ഫീസും ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് രണ്ടും അതർ ഇൻകത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതർ ഇൻകം അതിൽ കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ് വരുന്നത് എത്രയാണ്? എവിടെയാ? 1,64,264 എഴുതുക. 1,64,250 അല്ലേ. 1,64,254 കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ്. അതുപോലെ തന്നെ ഫീസ് ഉണ്ട്, 258 ഫീസ് വരുന്നത്. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരു റവന്യൂ അക്കൗണ്ടിലെ ഇൻകംസ് ആയിട്ട് വരുന്നത്. നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ വരുന്നത് പ്ലസ് ടോട്ടൽ വരുന്നത് 17,73,532 ഇവിടെ നമുക്ക് ടോട്ടൽ വരുന്നത്. ടോട്ടൽ എ എന്ന് നമുക്കതിനെ നൽകാം, പേര് നൽകാം. ഇനി അടുത്ത ഷെഡ്യൂൾ 2 കമ്മീഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഷെഡ്യൂൾ 2 കമ്മീഷൻ ആദ്യം പ്രിപ്പയർ ചെയ്യാം. കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറെ ഐറ്റംസ് ഇതിനകത്തുണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഷോർട്ട് ഔട്ട് ചെയ്യാണ്. നോക്കാം, കമ്മീഷൻ പെയ്ഡ് എന്ന് പറയുന്നത് എന്താണുള്ളത് നോക്കാം. ഇവിടെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ പറഞ്ഞിട്ട് ഒരു 19,148 ഉണ്ട്. പിന്നെ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള വരാൻ സാധ്യതയുള്ള ഐറ്റം എന്ന് പറയുന്നത് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡോ കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡോ. അത് നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവാറുണ്ട്, പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അതും ഇല്ല. അതുകൊണ്ട് നമുക്ക് നേരെ തന്നിട്ടുള്ള എമൗണ്ട് എത്ര വെച്ചാൽ അത് എഴുതാം. എത്രയാണ്? 19,148 അല്ലെ. അതിനാണ് നെറ്റ് കമ്മീഷനും. അതുകൊണ്ട് 19,148 എന്ന് 2 ഭാഗത്ത് എഴുതാം. അത് നമുക്ക് ഇനി റവന്യൂ അക്കൗണ്ടിൽ എഴുതാം. 19,148. ഓക്കെ, കമ്മീഷൻ. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റിലേറ്റ് ടു ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എടുക്കാം. ഈ പ്രോബ്ലത്തില് എന്തൊക്കെയാണുള്ളത് നമുക്കറിയാം. എന്താണ്? എക്സ്പെൻസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ഇൻകം ടാക്സ് ഉണ്ട്. അത് രണ്ടല്ലേ ഉള്ളൂ. അപ്പൊ അത് രണ്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അതിന്റെ ഷെഡ്യൂൾ ഒന്ന് പ്രിപ്പയർ ചെയ്താക്കാം. അപ്പൊ ഇതിനകത്ത് കുറെ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം, ഇത് മൊത്തം തിരുത്തുന്നില്ല, ഇത് ഫോർമാറ്റോടെ നിന്നോട്ടെ. ഞാൻ നേരെ ഇതിലേക്ക് എടുക്കുകയാണ്. റവന്യൂ അക്കൗണ്ടിലേക്ക് 2 ആഡ് ചെയ്തിട്ട് മനസ്സിലാക്കി ഏതൊക്കെയാണ് 2 ഐറ്റംസ്. 2 ഐറ്റംസ്, ഒന്ന് എക്സ്പെൻസ് ഓഫ് മാനേജ്മെന്റും പിന്നെ ഉള്ളത് ഏതാണ്? പിന്നെ ഉള്ളത് ഇൻകം ടാക്സ്. ക്ലിയർ? അത് രണ്ടും ഞാൻ ആഡ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. ചെയ്താൽ മതി. അപ്പം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 75,260 വരുന്നത്. 75,260. ക്ലിയർ?
ഇനി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ടോ? ഇല്ല, ഈ ക്വസ്റ്റ്യനിൽ അതില്ല. പിന്നെ ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് ഉണ്ടോ? ഇല്ല. പ്രൊവിഷൻ ഫോർ ടാക്സസ് ഉണ്ടോ? അതും ഇല്ല. പറഞ്ഞ ഐറ്റംസ് ഒന്നും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ ജസ്റ്റ് ഫോർമാറ്റ് ഞാൻ പറഞ്ഞല്ലോ, റിവിഷന്റെ ഭാഗമായിട്ട് ആ ഫോർമാറ്റ് കാണിച്ചതാണ്. ക്ലിയർ. അപ്പൊ ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ബട്ട് ഇനി നമ്മൾ ടോട്ടൽ ബി എടുക്കുന്നു. ടോട്ടൽ ബി വരുന്നത് എത്രയാണ്? ഓക്കെ, 94,408 ടോട്ടൽ ബി വരുന്നത്. ഇനി നമ്മൾ സി പാർട്ട്, തേർഡ് പാർട്ട് ചെയ്യാണ്. അതിൽ ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് നാലാമത്തെ ഷെഡ്യൂൾ. നമുക്ക് ആ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് റീഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സീറ്റോടോ ആക്സെപ്റ്റഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. അതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടി വരുമായിരുന്നു. ഓക്കെ, അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ്. ക്ലിയർ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആകെ തന്നിട്ടുള്ളത് ഏത് മാത്രമാണ്? ക്ലെയിം ബൈ ഡെത്ത്, ക്ലെയിം ബൈ മെച്യൂരിറ്റി ഉണ്ട്, ആനുറ്റി ഉണ്ട് അല്ലെ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ആഡ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഞാൻ ഓവർ കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. ഓക്കെ, ഇവിടെ ക്ലെയിം ബൈ ഡെത്ത് ഉണ്ട് ക്വസ്റ്റ്യനിൽ. ക്ലെയിം ബൈ ഡെത്ത് എത്രയാണ്? ക്ലെയിം ബൈ ഡെത്ത് എവിടെയാ? ക്ലെയിം ബൈ ഡെത്ത് 1,52,250 ഉണ്ട്. ഓക്കെ, 1,52,250 അല്ലെ. 1,52,280 ക്ലെയിം. പിന്നെന്താ ഉള്ളത്? ക്ലെയിം ബൈ മെച്യൂരിറ്റി ഇല്ലേ? ഉണ്ട്, ക്ലെയിം ബൈ മെച്യൂരിറ്റി ഉണ്ട് 60,220 അല്ലെ. ഏതാ? 60,220 ക്ലെയിം ബൈ മെച്യൂരിറ്റി. പിന്നെ ആനുറ്റി ഇല്ലേ? ആനുറ്റി ഉണ്ട് ഇതിനകത്ത് അല്ലെ. ആന്റിയുടെ ആന്റി സ്പെയ്ഡ് 1,06,922. അത് എഴുതാം. 1,06,922 അല്ലേ. എവിടെ 1,00,000 എവിടെയാണ്? 1,06,922. 1,06,922. ഓക്കെ, അതിന് പുറമെ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടി വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഏതൊക്കെ ഐറ്റംസ് വരുന്നത്? ഒന്നും കൂടി ഉണ്ട്. ഏതാണത്? ഇതിൽ സറണ്ടർ എന്ന് പറഞ്ഞ ഐറ്റം കൂടി ഉണ്ട് അല്ലെ. സറണ്ടർ. സറണ്ടർ ഇല്ല ഇതില്. സറണ്ടർ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. അത് നമുക്ക് ഈ ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് എടുക്കേണ്ട ഐറ്റം ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് എടുക്കാം. സറണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാലോ അല്ലെ. ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഇനി നമുക്ക് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുവരെ അടച്ച എമൗണ്ട് മേടിക്കുന്നതിനെയാണ്. അപ്പൊ അത് പോളിസി ഹോൾഡർക്ക് ലഭിക്കുന്ന ഒരു എമൗണ്ട് ആണ് അത്. അതുകൊണ്ടാണ് ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് അത് എടുക്കുന്നത് കേട്ടോ. അപ്പൊ എത്രയാണ്? 26,250. 26,250 സറണ്ടർ. 26,250 ക്ലിയർ. സറണ്ടർ ഉണ്ട്. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട്. എന്താണുള്ളത്? ബോണസ് ഇൻ ക്യാഷ് ഉണ്ട്. അതും എന്താണ്? പോളിസി ഹോൾഡർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണല്ലോ. അപ്പൊ അത് ഇതാണ് ബോണസ് ഇൻ ക്യാഷ്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട്. എന്താണത്? ബോണസ് ഇൻട്രഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞ ഐറ്റം നമ്മൾ പ്രീമിയത്തിന്റെ ഭാഗത്ത് ആഡ് ചെയ്തെടുത്തു. അത് ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് എന്ത് ചെയ്യണം? അതിനെ ലെസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം ബോണസ് ഇൻ ക്യാഷ് നമുക്ക് എഴുതാം. ബോണസ് ഇൻ ക്യാഷ് എവിടെയാ? അതാ ബോണസ് ഇൻ ക്യാഷ് 4,832 അല്ലെ. 4,832. ഇനി എന്താ ഉള്ളത്? ഇനി ഈ ഇതിൽ നിന്നും നമ്മൾ ഒരു ഐറ്റത്തിന് നമുക്ക് മൈനസ് ചെയ്യണം. എന്താണ്? ബോണസ് ലെസ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞ ഐറ്റത്തിന് എന്താണ്? യഥാർത്ഥ പ്രീമിയം കിട്ടാൻ വേണ്ടി പ്രീമിയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ആഡ് ചെയ്തു. ക്ലിയർ. അപ്പൊ അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യണം? അതിനെ ലെസ് ചെയ്യണം. ക്ലിയർ. അപ്പൊ ഒരു ഭാഗത്ത് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ഭാഗത്ത് ലെസ് ചെയ്യാം. ക്ലിയർ. അപ്പോൾ നമുക്ക്
ഇവിടെ എത്ര ബോണസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം വന്നത്? ബോണസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം 1960 1960. അത് നെഗറ്റീവ് ഫിഗർ ആണ്. സോ അതിനെ നമുക്ക് വിത്തിൻ ബ്രാക്കറ്റ് ആക്കാം, അല്ലെങ്കിൽ മൈനസ് ഫിഗർ മൈനസ് സൈൻ ഇട്ട് കൊടുക്കാം. ക്ലിയർ? ഇനി നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം ഇപ്പൊ എത്ര വരുന്നത് എന്നുള്ളത്. അപ്പം 3,48,574 ആണ് വരുന്നത്. 3,48,574. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്നുകൂടി. അപ്പൊ 1,52,280 പ്ലസ് 60,220 പ്ലസ് 1,06,922 പ്ലസ് 26,280 പ്ലസ് 4,832 മൈനസ് 1,960. ഓക്കെ, എത്ര വരുന്നത്? 3,48,524 തന്നെയാണ് വരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ അത് എഴുതുക 3,48,574. ക്ലിയർ? ദെൻ ഇന്ററിംഗ് ബോണസ് പെയ്ഡ് അങ്ങോട്ടായിട്ട് ഇതിനകത്തുണ്ടോ? ഇനി പറഞ്ഞ ഐറ്റംസ് ഒന്നും ഇതിനകത്ത് ഇല്ല. നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല ഈ പ്രോബ്ലത്തില്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ സി, ഈ ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് തന്നെയാണ് നമുക്ക് ടോട്ടൽ സി വരുന്നത്. അതുകൊണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ഞാനിവിടെ ഒഴിവാക്കുകയാണ് കേട്ടോ. ബെനിഫിറ്റ് പെയ്ഡ് നെറ്റ് തന്നെയാണ് ടോട്ടൽ സി വരുന്നത്. എത്രയാണ്? 3,48,574. ക്ലിയർ? ഇനി നമ്മൾ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ നോക്കാം. എങ്ങനെയാ നമ്മൾ നോക്കുക? അതായത് എ മൈനസ് അല്ലെ, എ എന്ന് പറഞ്ഞത് ഇത്, അതിൽ നിന്നും മൈനസ് ബി മൈനസ് സി. ക്ലിയർ? അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 13,30,550 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അതാണ് സർപ്ലസ് ആണ് ഇവിടെ. ഇനി ഇവിടെ എന്തെങ്കിലും അപ്രോപ്രിയേഷൻ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാമായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ അതൊന്നും ഇല്ല. അതുകൊണ്ട് എന്താണ് നമ്മുടെ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ ഈ പ്രോബ്ലം ഇതോടെ കൂടി തീർന്നു. ഇത്രയുള്ള ഈ പ്രോബ്ലത്തിൽ ചെയ്യാൻ. ക്ലിയർ? ഇവിടെ ടോട്ടൽ ഡി നമുക്ക് അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരുന്നില്ല. ക്ലിയർ? വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഫുൾ മാർക്ക് ഇവിടെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു SAS ക്വസ്റ്റ്യനിൽ നിന്നും 10 മാർക്ക് നമുക്ക് അവിടെ വളരെ ഈസി ആയിട്ട് കിട്ടും. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐറ്റംസ് ഏതെല്ലാം ഷെഡ്യൂളിൽ വരുന്നതാണ്, ഏതെല്ലാം ഭാഗങ്ങളിൽ വരുന്നതാണ്, അത് എ പാർട്ട് വരുന്നതാണോ, ബി പാർട്ട് വരുന്നതാണോ, സി പാർട്ടിൽ വരുന്നതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ ഫോർമാറ്റും ഓരോരോ ഷെഡ്യൂളിനകത്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മെമ്മറൈസ് ചെയ്യണം, മനസ്സിലാക്കി എടുക്കണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ലോജിക്കലി അത്യാവശ്യം കോമൺ സെൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൻ ബിസിനസ്, അതായത് ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട മെയിൻ ബിസിനസ് ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളിക്കുന്ന ഒരു അക്കൗണ്ട് ആണ്. അതിന്റെ ഇൻകവും അതിന്റെ എക്സ്പെൻസും ആണ് അതിനകത്ത് കാണിക്കുന്നത്, അതിന്റെ പേയ്മെന്റ്സ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇൻകംസ് എന്തൊക്കെയാണ്, പേയ്മെന്റ്സ് എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ ആദ്യം മനസ്സിലാക്കുക. അത് ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഓരോരോ ഷെഡ്യൂളുകൾ അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഏത് ഷെഡ്യൂളാണ് വരുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അങ്ങനെ പറ്റും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ പറ്റണമെങ്കിലും നിങ്ങൾ 1-2 പ്രോബ്ലംസ്, ഇതേപോലത്തെ പ്രോബ്ലംസ് ഒന്ന് സ്വയം വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോ ഇത് ഒരു 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ ഡിസ്കഷനോടൊപ്പം നമ്മൾ ഇൻഷുറൻസ് അക്കൗണ്ടും ഫൈനൽ അക്കൗണ്ട് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ഭാഗവും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഈ ഭാഗം ചെയ്ത് പഠിക്കുക. ഓക്കെ.